നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് പോലീസ്. അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതെന്ന്. സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കാലവർഷമഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുന്നത് 15,000 ലിറ്റർ വെള്ളം. ചെക്കുവെള്ളത്ത ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ മരച്ചില്ല ഒടിഞ്ഞു വീണ് മരിച്ചു. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 6 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് കോതമംഗലം എരമല്ലൂർ സ്വദേശി അബ്ബാസ്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക. ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് അമേൽ തൊട്ടി മുസ്ലിം പള്ളി ഭാഗത്ത് ഒറ്റയാനെത്തിയത് പുലർച്ചെ. പീരുമേട് കല്ലാർ ഹരിജൻ കോളനിയിൽ പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വരുത്തിയത് വ്യാപക കൃഷിനാശം. വിശദമായ വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന പോലീസ് റിപ്പോർട്ട്. സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണെന്ന് അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ജൂൺ 13-നാണ് പീരുമേട് വനത്തിനുള്ളിൽ സീത കൊല്ലപ്പെട്ടത്. സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതല്ലെന്നായിരുന്നു ഫോറൻസിക് സർജന്റെ നിഗമനം. ഇതേ തുടർന്ന് ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ സംശയനിഴലിലായി. എന്നാൽ സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് കണ്ടെത്തലെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS പറഞ്ഞു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു നിഗമനത്തിനാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ്. വിശദമായിട്ട് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം DYSP പീരുമേട് വിശാഖപട്ടണം നടത്തിയിട്ടുള്ളതാണ്. സാക്ഷിമൊഴികളും മറ്റ് സ്ഥലം സന്ദർശിച്ചിട്ട് ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഫർദർ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു. ആ ഒരു നിഗമനത്തിനാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വൈൽഡ് ലൈഫ് എലഫൻ്റ് അറ്റാക്ക് ചെയ്തപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മക്കളും. ഓക്കെ, അതിനിടയിലും കുറേ സംഭവിച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുവരുന്നതിനകത്ത് പലതവണ വീണതായിട്ടും മനസ്സിലായിട്ടുണ്ട്. അത് ആനയുടെ അറ്റാക്കിൽ തന്നെ സംഭവിച്ചിട്ടാണ് മനസ്സിലാവുന്നത്. ഇല്ല, കൊണ്ടുവരുന്നതിനിടയ്ക്ക് വീണതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതും കൂടാതെ ഇവരുടെ ഫോൺ കോൾസും മറ്റൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മകൻ തന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ സ്കെയിൽ സ്ഥലമാണെന്ന് നോക്കിയുള്ളത്. അമ്മയോട് ചോദിച്ചിട്ടാണ് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്ഥലത്താണെന്ന്. അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ് അതെ. അത് വിശദമായിട്ടുള്ള തെളിവുകളും ഉണ്ടാകും. എല്ലാ രേഖകളും പരിശോധിച്ചിട്ടുണ്ടാകും. അല്ല, ഈ കുട്ടികളുടെയും 2 കുട്ടികളുടെയും അച്ഛൻ്റെയും ഒക്കെ മൊഴികൾ വിശദമായിട്ട് പോലീസ് എടുത്തതാണ്. ഇൻട്രോഗേഷൻ മെത്തേഡ് ചെയ്തതാണ്. 3 മാറ്റി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മൊഴികൾ എടുത്തിട്ടുള്ളതാണ്. കോൺട്രഡിക്ഷൻസ് ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. കഴുത്തിനുണ്ടായ പരിക്കുകൾ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ചത് മൂലമുണ്ടായതാകാം. വാരിയെല്ലുകൾ ഒടിഞ്ഞത് കാട്ടാന ആക്രമണത്തിലും തോളിലിട്ട് ചുമന്നുകൊണ്ടുവരുമ്പോഴും ഉണ്ടായതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെയും സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതേ തുടർന്നാണ് കാട്ടാന ആക്രമണമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം പോലീസ് പീരുമേട് കോടതിയിൽ സമർപ്പിക്കും. സീതയുടെ മരണം കൊലപാതകമാണെന്ന കോട്ടയം DFOയുടെ പ്രതികരണം വലിയ വിവാദമായിരുന്നു. കാലവർഷമഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. 1 സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 3 മാസത്തിനുള്ളിൽ ഇത് 3ാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിൽ എത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ 2ാമത്തെ ഷട്ടർ ഉയർത്തിയത്. 20 സെന്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തിയിരിക്കുന്നത്. സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ബാക്കി 2 ഷട്ടറുകൾ കൂടി 20 സെന്റിമീറ്റർ വീതം ഉയർത്തും.
നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ ശ്രീധരൻ പറഞ്ഞു. പൊന്മുടി റിസർവോയറിലെ ഇന്നത്തെ ജലനിരപ്പ് 706.4 എന്ന നിലയിലാണ്. 706.5 ഇവിടുത്തെ റെഡ് അലേർട്ട് ലെവൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ ശക്തമായി നിലനിൽക്കുന്നതിനാലും വൃഷ്ടിപ്രദേശങ്ങളിലുള്ള നീരൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഡാമിൻ്റെ ഒരു ഷട്ടർ 20 സെൻറ്റിമീറ്റർ ഉയർത്തി 15 ക്യുമെക്സ് വെള്ളം നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നത്. 3 ഷട്ടറുകൾ 60 സെൻറ്റിമീറ്റർ ഉയർത്തി 150 ക്യുമെക്സ് വരെ വെള്ളം തുറന്നു വിടാനുള്ള അനുമതി കളക്ടറിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന് ഒരു ഷട്ടർ മാത്രം 20 സെൻറ്റിമീറ്റർ ഉയർത്തുകയാണ്. പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 707.75 അടിയാണ് പരമാവധി സംഭരണ ശേഷി. ഇപ്പോൾ 706.40 അടി വെള്ളമാണ് ഡാമിലുള്ളത്. മെയ് 29-നും ജൂൺ 16-നും അണക്കെട്ട് തുറന്നിരുന്നു. ചക്കുവെള്ളത്ത് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ മരച്ചില്ല ഒടിഞ്ഞു വീണ് മരിച്ചു. കമ്പം ഗൂഡല്ലൂർ കേജിപ്പെട്ടി സ്വദേശി സുധയാണ് മരിച്ചത്. കുമളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചക്കുവെള്ളം STB എസ്റ്റേറ്റിലാണ് സംഭവം നടന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 36ഓളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ശക്തമായ കാറ്റത്ത് മരച്ചില്ല ഒടിഞ്ഞ തൊഴിലാളികൾക്ക് മേൽ പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ സുധിയെ പുറ്റടിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം ജോലി ചെയ്തിരുന്ന പ്രഭ എന്ന സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കമ്പം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമളി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ ചക്കുവെള്ളത്തും തൊഴിലാളി സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. തമിഴ്നാട് സ്വദേശിയായ ഇവർ ചികിത്സയിലാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി മേഖലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 6 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. കോതമംഗലം എരമല്ലൂർ സ്വദേശി അബ്ബാസാണ് പിടിയിലായത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രതിയെ പിടികൂടിയത്. അടിമാലി 10 മൈൽ ഭാഗത്ത് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 6.5 കിലോയോളം കഞ്ചാവുമായി അബ്ബാസ് പിടിയിലായത്. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. ഒഡീഷയിൽ പോയി നേരിട്ട് കഞ്ചാവ് വാങ്ങി അടിമാലി മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവരും വഴിയാണ് പ്രതി പിടിയിലായതെന്ന് നാർക്കോട്ടിക് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിലീപ് NK, ബിജു മാത്യു, പ്രിവന്റീവ് ഓഫീസർ നെൽസൺ മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൽ ലത്തീഫ്, യദുവംശരാജ്, മുഹമ്മദ് ഷാൻ, സുബിൻ P വർഗീസ്, അലി അഷ്കർ, സിവിൽ എക്സൈസ് ഓഫീസർ നിതിൻ ജോണി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക്. പുലർച്ചെയാണ് ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് അമയിൽത്തൊട്ടി മുസ്ലിം പള്ളി ഭാഗത്ത് ഒറ്റയാനെത്തിയത്. പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കടന്ന കാട്ടാന വലിയ നാശനഷ്ടമുണ്ടാക്കി. വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് കാട്ടാന തകർത്തു. വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമത്തിനിടെ കാട്ടാന ജനങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോഴാണ് താൽക്കാലിക വാച്ചർ സാജുവിന് വീണ് പരിക്കേറ്റത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാരും താൽക്കാലിക വാച്ചർമാരും ഏറെ നേരം നീണ്ട ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ സമീപത്തെ വനത്തിലേക്ക് തുരത്തിയത്. ഉൾക്കാട്ടിലേക്ക് പോകാതെ കാട്ടാന ജനവാസ മേഖലയ്ക്ക് സമീപം തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പീരുമേട് കല്ലാർ ഹരിജൻ കോളനിയിൽ പുലർച്ചെ കാട്ടാനക്കൂട്ടമിറങ്ങി 10ഓളം കുടുംബങ്ങളുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. പീരുമേട് ജനവാസ മേഖലകളിലെ ജനങ്ങളുടെ ദുരവസ്ഥയാണ് പാട്ടക്കുട്ടി വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായുള്ള ഈ കാഴ്ച. കല്ലാർ ഹരിജൻ കോളനിയിലെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന 70ഓളം കുടുംബങ്ങൾ ഉണ്ട്. ഇവിടെയാണ് കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപക നാശം വരുത്തിയത്. വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി യൂക്കാലി പ്ലാന്റേഷനിൽ നിന്നുമെത്തിയ കാട്ടാനകൾ പെരിയസ്വാമി കനകമ്പ ദമ്പതികളുടെ പുരയിടത്തിൽ വ്യാപക നാശം വരുത്തി. വീടിന് സമീപം നിന്ന പ്ലാവിൽ നിന്നും ചക്ക പറിക്കുന്നതിനിടെ ശിഖരമൊടിയുന്ന ശബ്ദം കേട്ടാണ് തങ്ങൾ വിവരമറിയുന്നതെന്ന് കുടുംബം പറയുന്നു. ഇവിടെ ഏലക്കാരിലെ മൊത്തം വീട് അവിടെ രാത്രി ഇന്ന് രാത്രി എത്രയോ 4 ആണ് എല്ലാം മൊത്തം റെഡിയ. ഇന്ന് രാത്രി ആണ് വരുമെന്ന് പാട്ടി തട്ടി വെടിവെട്ടി ഭയങ്കര രാത്രി ഒരു ഉറങ്ങേയില്ല. ഇവരുടെ കുടിവെള്ള സംവിധാനത്തിന്റെ മോട്ടോറും പൈപ്പും കാട്ടാന നശിപ്പിച്ചു. ഇതിനുശേഷം 100 മീറ്റർ അകലെയുള്ള മടത്തിപ്പറമ്പിൽ സുരേഷ് ജോസഫിന്റെയും മോൻസി സാമുവലിന്റെയും പുരയിടത്തിൽ കാട്ടാനയെത്തി. വിളവെടുപ്പിന് പാകമായ ഏലം, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു.
വീടിന്റെ സംരക്ഷണ ഭിത്തിയും കാട്ടാന തകർത്തതായി മോൻസി സാമുവൽ പറയുന്നു. കുറേ ദിവസമായിട്ട് ഇവിടെ ഈ അടുത്തെല്ലായിടത്തും ഭയങ്കര ശല്യമാണ്. രാത്രിയിൽ ഇവിടെയുള്ള എല്ലാവരും വന്ന് പടക്കം പൊട്ടിക്കുകയും ഓടിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ഇത് അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വന്ന് എന്നും ശല്യം ചെയ്യും. കുറേ കാലമായി ഇവിടെ ഇങ്ങനെ ആനയുടെ ശല്യം തുടങ്ങിയിട്ട് എല്ലാവരും പേടിച്ചാണ് കഴിയുന്നത്. ഞങ്ങളുടെ കൃഷിയും ഇപ്പം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു നടപടി എത്രയും വേഗം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. രാത്രിയും പ്രദേശത്ത് കാട്ടാനയെ കണ്ടിരുന്നുവെന്നും ഉടൻ RRT ടീമിനെ വിവരമറിയിച്ചിരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. RRT വന്നു, അവർ വന്നു, അവരുടെ സേവനം നല്ല സേവനമാണ്. ഈ 2 ടീം നല്ല സേവനം. ഇന്നലെ തന്നെ 2 തവണ വന്നു, അവർ വന്നു. ഞാൻ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അപ്പുറം ചാടി. ഇതിൻ്റെ ഈ വീണ്ടും നേരെ പുറകിൽ ഞങ്ങൾ 4-10 വരെ ഇവിടെ തന്നെയാണ് അതിൻ്റെ പുറകിൽ എറിഞ്ഞു പോയിട്ട് RRT പോയി. ഞാൻ തിരിച്ച് കയറി വരുമ്പോഴും ഈ വീട്ടിൽ പറഞ്ഞു ഞാൻ ഈ സൈഡിൽ കൂടെ കയറി പോകുന്നത് ഒരു പന ഒടിക്കുന്ന കേസ് കേട്ടിട്ടില്ല. ചിലപ്പോൾ 4 മണി 5 മണിക്ക് ശേഷമായിരിക്കും അത് വന്നേക്കുന്നത്. 4 മണിക്ക് അവിടുന്ന് കയറി പോകുന്നത്, 5 മണിക്ക് ശേഷമായിരിക്കും ഈ സാധനം ഇവിടെ വന്നേക്കുന്നത്. ഓടിച്ചു വിടുന്ന സാധനം തിരിച്ചു വരുന്നത്, ഓടിച്ചു വിടുന്ന സാധനം തിരിച്ചു വരുന്നത്, അതാണ് സംഭവം. പീരുമേട് ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി. പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. വീടുകളുടെ അവസ്ഥ ഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ഇവിടുത്തെ MLA-യോട് നമ്മൾ പല പ്രാവശ്യം ഈ വന്യമൃഗ ശല്യത്തിനെക്കുറിച്ച് ഇവിടുത്തെ നിവാസികൾ എടുത്തു പറയുകയായിരുന്നു. പക്ഷേ അദ്ദേഹം മുഖം തിരിച്ചുകൊണ്ടാണ് പോകുന്നതല്ലാതെ അതിനെക്കുറിച്ച് നടപടിയെടുക്കാനായിട്ട് സർക്കാർ തലത്തിലോ അല്ല അസംബ്ലിയിലോ ഈ ഒരു വിഷയം ഉന്നയിക്കാനോ അദ്ദേഹം മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള ഒരു വളരെ ദുഃഖമുള്ള ഒരു സത്യമാണ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സർക്കാർ കണ്ണു തുറന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന തരത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് സർക്കാരോടും ജനപ്രതിനിധിയോടും ആവശ്യപ്പെടാനുള്ളത്. വന്യമൃഗശല്യം മൂലം മേഖലയിൽ യാതൊരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസുകൾ സ്ഥാപിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും 9 മാസങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വാഗമണിന് സമീപം വിനോദസഞ്ചാരി കൊക്കയിൽ വീണ് മരിച്ചു. എറണാകുളം സ്വദേശി തോബിയാസാണ് മരിച്ചത്. കാഞ്ഞാർ പുള്ളിക്കാനം വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ നിന്നും കാൽ വഴുതിയാണ് തോബിയാസ് താഴേക്ക് വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം നടന്നത്. കാഞ്ഞാർ പുള്ളിക്കാനം വാഗമൺ റോഡിലെ ചാത്തൻപാറയിലാണ് അപകടം നടന്നത്. 100 കണക്കിന് അടി താഴ്ചയുള്ള കൊക്കയാണ് ചാത്തൻപാറയിലേത്. ഇവിടെ ഇറങ്ങുന്നതിനിടെ തോബിയാസ് കാൽവഴുതി കൊക്കയിൽ വീഴുകയായിരുന്നു. സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂലമറ്റം, തൊടുപുഴ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കോടമഞ്ഞായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. അസ്കാലൈറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് വടം ഉപയോഗിച്ച് കൊക്കയിൽ ഇറങ്ങി മണിക്കൂറുകൾ നീണ്ട സാഹസിക ശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം നഷ്ടമായ കാർ കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചു. ബസ് സ്റ്റാൻഡിൽ വ്യാപാരശാലയുടെ മുന്നിൽ നിന്നും മുന്നിട്ടെടുത്ത കാറാണ് നിയന്ത്രണം നഷ്ടമായി അപകടമുണ്ടാക്കിയത്. ഈ സമയം ബേക്കറിയിൽ നിന്നും ഇറങ്ങിയ 3 പേരെ വാഹനം ഇടിച്ചു. തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റിലും സമീപത്ത് കിടന്ന മിനി ലോറിയിലേക്കും വാഹനം ഇടിച്ചു കയറി. അപകടത്തിൽ പരിക്കേറ്റവരെ കട്ടപ്പന സഹകരണ ആശുപത്രിയിലും സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കും മാറ്റി. നെടുങ്കണ്ടത്ത് നിർമ്മാണത്തിലിരിക്കുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിൽ. മുണ്ടീരുമ ആദിയാർപുരം തെക്കേ കുരിശുമല റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. പ്രദേശത്തെ 3 വീടുകൾ അപകടാവസ്ഥയിലായി. റോഡ് നിർമ്മാണ സമയത്ത് സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. റോഡിന്റെ വീടിന്റെ പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കേൾക്കാതുകൊണ്ട് റോഡിൻ്റെ താഴ്വശം എൻ്റെ സ്ഥലമാണ്, അങ്ങോട്ട് മാറ്റിയെടുത്തോളാൻ പറഞ്ഞായിരുന്നു. അവർക്ക് പണി കൂടുതൽ വരുമെന്നും പറഞ്ഞ് അവർ എൻ്റെ വീടിൻ്റെ പ്രദേശം മാത്രം മാറ്റിക്കൊണ്ടുപോയി. അത് ഞാൻ ആശുപത്രി താലൂക്ക് ആശുപത്രി മരുന്നിന് പോയ സമയത്ത് അവർ ഇവിടെ മാറ്റി. 2 മണിയായപ്പോൾ 2:30 ഞാൻ ഇവിടെ വരുമ്പോൾ അവർ മാറ്റിക്കൊണ്ട് മണ്ണ് മുഴുവൻ കൊണ്ടുപോയി തുടങ്ങിയിരുന്നു. മാണ്ടതെന്ന് പറഞ്ഞിട്ടെല്ലാം മാറ്റിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം വേണ്ടിയിട്ടും കാര്യമില്ല. അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്തെങ്കിലും പറയുമ്പോൾ അയാൾ തല കയറുന്ന രീതിയിലുള്ള സംസാരം പറയുന്നത്. ഈ മണ്ണ് ഇവിടെ പോകാൻ്റെ ഇപ്പോൾ വീടിൻ്റെ സൈഡ് മുഴുവൻ ഇടിച്ച് പോയിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. വീടിൻ്റെ വീട്ടിനായിട്ട് ഇരിക്കുക. ഇപ്പോൾ വീടിന് പൊട്ടലുണ്ട്. നിർമ്മാണം ആരംഭിച്ച സമയത്ത് എതിർവശത്തുള്ള ഭൂമി കൂടുതൽ എടുത്ത് റോഡ് സുരക്ഷിതമാക്കാൻ ആവശ്യപ്പെട്ടതാണെങ്കിലും ജോലി കുറയ്ക്കാനായി വീടിന് സമീപത്തു നിന്നും മണ്ണെടുത്ത് നീക്കുകയായിരുന്നു. ഈ ഭാഗത്ത് കൽക്കെട്ട് നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും അതും ഉണ്ടായില്ല. കട്ടപ്പന പുളിയന്മല ഇരട്ടപ്പാലത്തിന് സമീപം ശക്തമായ കാറ്റിൽ വഴിയരികിൽ നിന്ന് മരം കടപുഴകി വീണ 3 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇതേ തുടർന്ന് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും പോലീസും പൊതുജനങ്ങളും ചേർന്ന് മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
രാവിലെയായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ നിന്ന് മുരിക്കാണ് ശക്തമായ കാറ്റിൽ റോഡിലേക്ക് കടപുഴകി വീണത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. കട്ടപ്പനയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും വണ്ടൻമേട് പോലീസും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും പൊതുജനങ്ങളും ചേർന്നാണ് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മരം വീണതിനെ തുടർന്ന് 3 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു. ശക്തമായ മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ. ചുരുളി ആൽപ്പാറ കൈനിക്കുന്നിൽ ജോസഫിന്റെ വീടാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിലായത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചുരുളി ആൽപ്പാറ കൈനിക്കുന്നിൽ ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇത് ഈ പെരയുടെ സംരക്ഷണ ഭിത്തി ആണ് ഇപ്പോൾ ഇടിഞ്ഞു പോയേക്കുന്നത്. 40 വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വെള്ളപ്പൊക്കവും മഴയും ഉണ്ടായത്. ആ മഴയത്ത് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നേക്കുന്നത്. ഭയങ്കരമായ ഒച്ചയോടുകൂടി ഇത് സംഭവിക്കുകയില്ല. തുടർന്ന് ഇങ്ങോട്ടുള്ള സംരക്ഷണ ഭിത്തിയും അപകടത്തിലാണ് നിൽക്കുന്നത്. അടിയന്തരമായിട്ട് പെരയും കാര്യങ്ങളും എല്ലാം വളരെ അപകടത്തിലായി ഇപ്പം നിലനിൽക്കുന്നത്. റോഡിൻ്റെ ഈ സംരക്ഷണ ഭിത്തി ബാക്കിയും കൂടി ഇടിയേണ്ട രീതി അടിയന്തരമായിട്ട് ഞങ്ങളെ സഹായിക്കണം. ജോസഫിന്റെ ഭാര്യ നിത്യരോഗിയും കുടുംബം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. രാജക്കാട് മുല്ലക്കാനത്ത് കനത്ത കാറ്റിൽ വേങ്ങമരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. മുകളിൽ ബെറ്റി സാബുവിന്റെ വീടാണ് തകർന്നത്. ഭർത്താവ് മരിച്ച ബെറ്റിയും വിദ്യാർത്ഥികളായ 2 പെൺമക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലാണ് സമീപവാസിയുടെ പുരയിടത്തിൽ ഏകദേശം 30 മീറ്റർ അകലത്തിൽ നിന്നിരുന്ന 100 ഇഞ്ച് വലിപ്പമുള്ള വേങ്ങമരം കടപുഴകി വീണത്. മരം വീണപ്പോൾ സമീപത്തുള്ള പ്ലാവും സിൽവർ ഓക്ക് മരങ്ങളും ഒടിഞ്ഞു വീണു. 2 കിടപ്പ് മുറികളുടെയും ബാത്റൂമിന്റെയും മേൽക്കൂരയിലെ ഷീറ്റുകൾ തകർന്നു. സമീപത്തെ പ്ലാവ് വീഴുമെന്ന് ഭയന്ന 3 പേരും മറ്റൊരു മുറിയിൽ കിടന്നതിനാൽ ആളപായം ഉണ്ടായില്ല. മുറ്റത്തെ മഴവെള്ള സംഭരണിക്കും കേടുപാടുകൾ സംഭവിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗവും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ആവശ്യപ്പെട്ടു. കാറ്റും മഴയും വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടും അധികൃതർ മുറിച്ചു മാറ്റാത്തതിന്റെ പേരിൽ വീടുകളുടെ മുകളിലേക്കെല്ലാം മരങ്ങൾ ഉരുണ്ടു വീണ് ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാന പാതയിലും ദേശീയപാതയിലുമൊക്കെ ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും വെട്ടിമാറ്റുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ അടുത്ത പ്രദേശമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പൊന്മുടിയിൽ 100 കണക്കിന് മരങ്ങൾ വയസ്സായിട്ട് നിൽക്കുകയും അത് വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടും അത് വെട്ടിമാറ്റാൻ ഇതുവരെ അതിന്റെ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അവിടെ വിനോദസഞ്ചാരികൾ വരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലുപരി യാത്രകളും മുടങ്ങുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാണ്, ബന്ധപ്പെട്ട അധികൃതർ ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം നിലയിൽ എനിക്ക് പറയാനുള്ളത്. രാജാക്കാട് അടിവാരം റോഡിൽ തേജസ് ഏലം ഡ്രയറിന് സമീപം തെങ്ങൊടിഞ്ഞ് റോഡിലേക്ക് വീണ 11 kV ലൈനുകൾ പൊട്ടുകയും പോസ്റ്റ് ഒടിയുകയും ചെയ്തു. പുലർച്ചെ KCB ഉദ്യോഗസ്ഥരെത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ചെമ്മണ്ണാറിൽ അനുജൻ ജ്യേഷ്ഠനെയും ഭാര്യയെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ചെമ്മണ്ണാർ വലിയ പറമ്പിൽ സണ്ണിക്കും ഭാര്യ സിനിക്കുമാണ് വെട്ടിട്ടത്. സണ്ണിയുടെ അനുജൻ ബിനോയ് ഇരുവരെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. വെട്ടേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ ബിനോയിയെ വട്ടപ്പാറയിലുള്ള വീട്ടിൽ നിന്നും പോലീസ് പിടികൂടി. സ്വത്ത് തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2023 മെയ് മാസത്തിൽ സണ്ണിയുടെ ഭാര്യ സിനിയെ ബിനോയ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിനുശേഷം അതേ വർഷം ജൂലൈയിൽ സണ്ണിയും സിനിയുടെ സഹോദരനും ചേർന്ന് ബിനോയിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കരട് വോട്ടർ പട്ടിക ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ താമസം നേരിടുന്നതിൽ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അടക്കം കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ 23 പ്രസിദ്ധീകരിച്ചിരുന്നു. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഉത്തരവാദിത്തമില്ലായ്മയാണ് കരട് വോട്ടർ പട്ടിക നൽകാൻ കാലതാമസം നേരിടുന്നതിന് കാരണമെന്ന് നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 23-ാം തീയതിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത്.
എന്നാൽ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെയും കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടില്ല. വോട്ടർ പട്ടിക വാങ്ങുവാനായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ വൈദ്യുതി ഇല്ല എന്ന മുടന്ത ന്യായമാണ് അധികൃതർ നൽകിയത്. വോട്ടർ പട്ടിക നൽകാൻ വൈകുന്നതോടെ പുതുതായി ആളെ ചേർക്കുന്നതിനും മറ്റുമായി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. പഞ്ചായത്ത് ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും ഭാഗത്തുനിന്ന് വിഷയത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിചിത്രമായ ഉത്തരവിലൂടെയാണ് ഇപ്രാവശ്യത്തെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉണ്ടായിരിക്കുന്നത്. ഈ കൃത്യം 15 ദിവസമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ദിവസങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് മിനിഞ്ഞാന്ന് 23-ാം തീയതി, ഇന്ന് 26-ആയി, 3 ദിവസമായി. 3 ദിവസം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ ഇരട്ടിയാർ പഞ്ചായത്തിൽ നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് ഇതിൻ്റെ അതിർത്തികളും ഇതിൻ്റെ വോട്ടർമാരെയൊക്കെ അറിയണമെങ്കിൽ വോട്ടർ പട്ടിക കയ്യിൽ കിട്ടിയാൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ ഇവർ പഞ്ചായത്തിൽ മിനിഞ്ഞാന്ന് മുതൽ പറഞ്ഞപ്പോൾ പ്രസിദ്ധീകരിച്ച് അന്ന് വൈകിട്ട് 4 മണിക്ക് ഈ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ തരുമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ ഇതിന് കത്തുമായി ഇവിടെ വന്നതാണ്. അപ്പം അന്ന് അത് പ്രസിൽ നിന്ന് കിട്ടിയില്ല. ഇന്നലെ അവധിയാണെങ്കിലും ഇന്നലെ തരുമെന്ന് പറഞ്ഞു. ഇന്നലെ വന്നപ്പോൾ ഇന്നലെ കിട്ടിയില്ല. ഇന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാനിവിടെ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവർ കിട്ടിയില്ല, ഇന്ന് 4 മണിക്ക് മുമ്പ് തരുമെന്ന് പറഞ്ഞു. 4 മണിക്ക് വന്നപ്പോൾ സെക്രട്ടറി ഇല്ല. ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അവർ വളരെ കളിയാക്കുന്ന രീതിയിൽ പറയാം, കറണ്ട് ഇല്ലാതെ ഇത് എങ്ങനെ എടുത്തു തരും, ഞങ്ങൾ എന്നെ ചെയ്യാനാണ്. അതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയേണ്ടത്. അപ്പോൾ ഈ സാധനം 23-ാം തീയതി ഇവർ പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുവാനും അതനുസരിച്ച് വോട്ടർ പട്ടിക പേര് ചേർക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ ഇവർ ഈ കാണിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഒത്തിരി പേരെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ആരും അറിയാതെ. അപ്പോൾ അതുകൊണ്ട് പരമാവധി താമസിപ്പിച്ച് വോട്ടർ പട്ടിക പുറത്ത് വിട്ടാൽ മാത്രമേ ഈ വിവരങ്ങൾ മറച്ചു വെക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. വാർഡ് വിഭജനമടക്കം വന്നതോടെ വലിയ ശ്രമകരമായ ജോലിയാണ് മുൻപിലുള്ളത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുൻപിലുള്ളത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേടുണ്ടായിട്ടുള്ളതായി സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അടിയന്തരമായി വോട്ടർ പട്ടിക നൽകാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. 2025 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭയിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 7-ാം തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ആക്ഷേപങ്ങൾ അറിയിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. ഓഗസ്റ്റ് 30-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു. 2025 പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 23-ാം തീയതി നമ്മുടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഡേറ്റ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 30-ാം തീയതി നമ്മൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇതിനകത്ത് പുതുതായിട്ട് വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് 4-ാം നമ്പർ ഫോമാണ് ഉപയോഗിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിന് വേണ്ടി 5-ാം നമ്പർ ഫോമും, പേര് തിരുത്തുന്നതിന് വേണ്ടി 6-ാം നമ്പർ ഫോമുമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ മുഖാന്തരമാണ് നമ്മൾ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് ആക്ഷേപങ്ങൾ തരേണ്ടതും. കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വെബ്സൈറ്റ് മുഖാന്തരമാണ്. അപ്പം പുതുതായിട്ട് വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിനും പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നതിനും വെബ്സൈറ്റ് സന്ദർശിക്കുക. വോട്ടർ പട്ടിക പേര് ചേർക്കാനുള്ളവർ കൃത്യമായിട്ടും 7-ാം തീയതിക്ക് മുമ്പ് തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് അപേക്ഷ ലഭ്യമാക്കേണ്ടതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 28 മുതൽ ഓഗസ്റ്റ് 1 വരെ സെക്രട്ടേറിയറ്റ് പിടിക്കൽ സത്യാഗ്രഹം നടത്തും. MLA-മാരായ KU ജനീഷ് കുമാർ, VK പ്രശാന്ത്, KT ജലീൽ, V ജോയി, മുൻ MLA MV ജയരാജൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, മണൽവാരൽ ഉടൻ ആരംഭിക്കുക, സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക, ക്വാറി മാഫിയകളെ നിയന്ത്രിക്കുക, കേസ് മാറ്റിലെ അപാകത പരിഹരിക്കുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കെട്ടിട നിർമ്മാണ മേഖല പ്രതിസന്ധികളെ നേരിടുന്നു. ലാഭകരമല്ലാത്ത വ്യവസായമായി മാറുന്നതിനാൽ നിർമ്മാണ മേഖലയിൽ പണം മുടക്കാൻ ആരും തയ്യാറാകുന്നില്ല. പുതിയ കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ, വീടുകൾ എന്നിവയുടെ നിർമ്മാണവും കുറഞ്ഞു. നിലവിൽ നാമമാത്ര നിർമ്മാണങ്ങൾ മാത്രമാണുള്ളത്. പ്രവാസികളും ബിസിനസ്സുകാരും കർഷകരും പണം നിക്ഷേപിക്കാൻ തയ്യാറല്ല. വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. 2025 ജൂലൈ മാസം 28-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 5 ദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുകയാണ്. കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘടന സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുക,
മണൽവാരൽ ഉടൻ ആരംഭിക്കുക, സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക, കെ-സ്മാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ ഇറക്കുമതി മുഴുവനായും മാഫിയകളുടെ കയ്യിലാണ്. ഇവരുടെ ഇഷ്ടപ്രകാരമാണ് വിൽപ്പന നടത്തുന്നത്. സംസ്ഥാനത്തുടനീളം ഏകീകരിച്ച വില ഏർപ്പെടുത്തണം. വിലക്കയറ്റം തടയാൻ വില നിയന്ത്രണാധികാര സമിതി രൂപീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ലിറ്റീഷ് കെ മാത്യു, വൈസ് പ്രസിഡന്റ് MK രാജേഷ്, PN റജി എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31 ബഹുജന പിന്തുണയോടെ NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണയുമായി അടിമാലി SNDP യൂണിയൻ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങൾക്ക് SNDPയുടെ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും സജി പറമ്പത്ത് അടിമാലിയിൽ വ്യക്തമാക്കി. നേര്യമംഗലം അടിമാലി റൂട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡർ നിലനിൽക്കുന്നു. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം മൂന്നാറിലേക്കുള്ള ഈ മെയിൻ വഴി കാലങ്ങളായി ഇടുങ്ങിയ രീതിയിൽ സഞ്ചാരയോഗ്യമല്ലാതെ നിലനിൽക്കുകയായിരുന്നു. ഏതാണ്ട് നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള പ്രദേശത്തെ വനമേഖലയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഹൈക്കോടതി ഒരു നിർമ്മാണ നിരോധനം പറഞ്ഞിരിക്കുന്നത്. ഈ നിർമ്മാണ നിരോധനം മാറിയേ മതിയാകത്തുള്ളൂ. കാരണം ഹൈറേഞ്ചിലേക്കുള്ള ഏറ്റവും മെയിൻ കവാടത്തിലൂടെയുള്ള ഈ യാത്ര തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നടക്കുന്ന സമര പ്രോഗ്രാമുകളിൽ അടിമാലി SNDP യൂണിയനിലെ മുഴുവൻ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ ഈ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കുള്ള എല്ലാ സപ്പോർട്ടും അടിമാലി SNDP യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ദൃഢനിശ്ചയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ആദ്യഘട്ട ജലവിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പഞ്ചായത്തിലെ 1-ാം വാർഡായ തീപ്പെട്ടി ഫാക്ടറി ഭാഗത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകൾക്ക് ആദ്യഘട്ടമായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ജൽജീവൻ മിഷനുമായി സഹകരിച്ച് ജലവിതരണം ആരംഭിച്ചത്. ആദ്യഘട്ട ജലവിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു. 21-22 സാമ്പത്തിക വർഷത്തിലാണ് ലൈഫിലെ വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം വാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഗ്രിമെൻ്റ് വെച്ച് വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ഭാഗത്തോട്ട് കുടിവെള്ളത്തിന് വളരെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ ജൽജീവൻ മിഷൻ്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള ഇവർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള സംവിധാനം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഒരുക്കുകയും വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ തന്നെ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കണക്ഷൻ മാത്രമാണ് കൊടുത്തിരുന്നത്. എന്നാൽ ബാക്കിയുള്ള 7 പേർ കൂടെ കിട്ടുന്ന രീതിക്കാണ് സംവിധാനം ഒരുക്കിയതിന് ശേഷം എല്ലാവർക്കും ചേർന്ന് ഇവിടെ കുടിവെള്ളം ഒരുമിച്ച് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് വാട്ടർ അതോറിറ്റിയും ജലജീവൻ മിഷനും പഞ്ചായത്തും കൂടെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. തോണിത്തടി പമ്പ് ഹൗസിൽ നിന്നും നേരിട്ട് പൈപ്പ് ലൈൻ വഴി ജലം വീടുകളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. ലൈഫ് ഭവനത്തിലെ 7 വീടുകൾ നമുക്ക് ഇവിടെ 1-ാം വാർഡിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥലം മേടിച്ച് വീട് വെച്ച് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ സുതാര്യമായിട്ട് തന്നെ നമ്മളത് പൂർത്തീകരിച്ചു. അവർക്ക് വേണ്ട കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യങ്ങൾ കൂടി പഞ്ചായത്ത് ഇടപെട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ അത് സുഗമമാക്കി കൊടുത്തു. ആൾക്കാർ ഇവിടെ താമസം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ജൽജീവൻ മിഷൻ പ്രൊജക്ട് മാനേജർ ജഗദീഷ്, സൈറ്റ് എഞ്ചിനീയർ രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക യൂണിയൻ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവീൺ ജോസ് നാലിനടിയിലിനെ തിരഞ്ഞെടുത്തതായി കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അറിയിച്ചു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മാങ്കുളം ഡിവിഷനിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമാണ് പ്രവീൺ ജോസ്. മാങ്കുളത്ത് പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന പ്രവീൺ ജോസ് കേരള കർഷക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. SNDP യോഗം കട്ടപ്പന കൊച്ചുതോവള ശാഖ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും നടന്നു. ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 17 വർഷക്കാലമായി കൊച്ചുതോവള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും നടത്തിവരുന്നുണ്ട്. കട്ടപ്പന സാഗര ജംഗ്ഷൻ കുമാരനാശൻ കുടുംബയോഗം മേഖലയിലാണ് ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും നടന്നത്. ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു.
കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് കുച്ചിതവാട ശാഖായോഗത്തിൻ്റെയും ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന ശാന്തിയാത്രയുടെ കുമാരനാശാൻ കുടുംബയോഗത്തിലെ ശാന്തിയാത്രയാണ് ഇന്നിവിടെ സമാരംഭം കുറിക്കുന്നത്. കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ശുചിത്വത്തോടും വൃത്തിയോടും കൂടി 1 മാസം മുമ്പേ നമ്മുടെ ഭവനങ്ങളെല്ലാം ഈ ശാന്തിയാത്രയെ വരവേൽക്കാൻ ഒരുങ്ങി തയ്യാറായിട്ടിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസം എന്ന് പറയുന്നത് രോഗദുരിതങ്ങളുടെയും അതുപോലെ തന്നെ പകർച്ചവ്യാധികളുടെയും ഒരു കാലമായിരുന്ന ഒരു സമയമുണ്ടായി. ആ കാലത്ത് നമ്മുടെ ആചാര്യന്മാർ ഭക്തിയുടെ മാർഗത്തിലേക്ക് രാമായണ പാരായണത്തിലൂടെയും മറ്റും ഈശ്വരീയതയിലൂടെ അതിനെയൊക്കെ മറികടക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ കർക്കിടക മാസം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. നമുക്കറിയാം, ആരോഗ്യ പ്രവർത്തകരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എത്തി ഈ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് വരാറുണ്ട്. ഏറ്റവും വലിയ പരിസര ശുചീകരണ പ്രക്രിയയാണ് ശാന്തിയാത്ര മുന്നോട്ട് വെക്കുന്നത്. ക്ഷേത്രം ശാന്തി നിശാന്ത ശാന്തികൾ ശാഖാ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ, കുടുംബയോഗം കൺവീനർ EK ശശി, വൈസ് ചെയർമാൻ വിജീഷ് TK തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ 2024-25 അക്കാദമിക വർഷത്തിലെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കോളേജ് മാനേജർ ഫാദർ ജോസുകുട്ടി ഐക്കരപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും നേടിയ അക്കാദമിക നേട്ടങ്ങളെയും അനുമോദിക്കുന്നതിനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങ് ക്രൈസ്റ്റ് കോളേജ് മാനേജരും CMI അംഗവുമായ ഫാദർ ജോസുകുട്ടി ഐക്കരപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൊച്ചു ജീവിതം സമ്മാനിക്കുന്ന അതിജീവനത്തിന്റെ വരൽ തുടങ്ങിയ വഴികളിൽ നിൽക്കുമ്പോൾ പോലും സ്നേഹത്തിന്റെയും നന്മയുടെയും നനവുകളെ തേടിപ്പിടിച്ച് ഈ കൊന്നപ്പൂവുകളെ പോലെ സുഗന്ധ പുഷ്പങ്ങളായി വിരിയാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. എനിക്ക് തോന്നുന്നത് ഈ ക്രൈസ്റ്റ് കോളേജ് ഇതിന്റെ നമുക്കറിയാം, നിങ്ങളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റു പല ക്യാമ്പസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഈ കൊന്നപ്പൂവിന്റെ സന്ദേശം നിങ്ങളെ പഠിപ്പിക്കാൻ ഈ ക്രൈസ്റ്റ് ക്യാമ്പസിനും ഇവിടെയുള്ള നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനും പ്രിൻസിപ്പൽ സാറിനും നമ്മുടെ അരൂപച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഉറച്ച ബോധ്യം. കാർമൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെർണി തറപ്പിൽ CMI മുഖ്യ അതിഥിയായി. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI അനുമോദിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി, എക്സാം കൺട്രോളർ തുഷാര TK, വിവിധ വകുപ്പ് മേധാവികളായ ജോസ് K സിബിൻ, ടിൻഡു സെബാസ്റ്റ്യൻ, സോന സെബാസ്റ്റ്യൻ, അനിത തോമസ്, സാന്ദ്ര സണ്ണി, IQAC കോർഡിനേറ്റർ ബിനു ജോർജ്, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫെയ്ത്ത് എബ്രഹാം, റിബിത മേരി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയിൽ പീരുമേട്ടിലെ ചരിത്ര സ്മാരകം ഇല്ലാതാകുന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിച്ച തഹസിൽദാർ മജിസ്ട്രേറ്റ് ബംഗ്ലാവാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കെട്ടിടവും പരിസരവും കാട് കയറി ജീർണാവസ്ഥയിലായി. 5 വർഷം മുമ്പ് വരെ ഇവിടെ തഹസിൽദാർ താമസിച്ചിരുന്നു. 6 മുറികളും 2 ശുചിമുറിയും വിശാലമായ സ്വീകരണ മുറിയും അടുക്കളയും ഉൾപ്പെടുന്നതാണ് ബംഗ്ലാവ്. തണുപ്പിനെ പ്രതിരോധിക്കാൻ മുറികളിൽ സംവിധാനവുമുണ്ട്. തടിയിൽ നിർമ്മിച്ചതാണ് മേൽക്കൂര. കൂടാതെ എല്ലാ മുറികളിലും തറയോടുകളും പതിപ്പിച്ചിരിക്കുന്നു. ബംഗ്ലാവിന്റെ പരിസരത്ത് കുതിരാലയവും കാർഷെഡും നിർമ്മിച്ചിട്ടുണ്ട്. സംരക്ഷിക്കാൻ ആരുമില്ലാതായതോടെ കെട്ടിടത്തിൽ കാട്ടുവള്ളികൾ കയറി മൂടിക്കഴിഞ്ഞു. മേൽക്കൂര പോലും കാണാനാകില്ല. പരിസരം മുഴുവൻ കാട് മൂടിയ നിലയിലാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് അന്നത്തെ തഹസിൽ മജിസ്ട്രേറ്റിന് വേണ്ടി പണി കഴിപ്പിച്ച ബംഗ്ലാവാണ് നമ്മുടെ ഈ പുറയിൽ ഇന്ന് നാശത്തിൻ്റെ വക്കിൽ കിടക്കുന്നത്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവാണ്. 47 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ തഹസിൽദാർമാർ ആയിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഏകദേശം 5 വർഷം മുമ്പ് വരെ ഇവിടെ തഹസിൽദാർമാർ താമസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പൊന്തക്കാടുകൾ കയറി നാശത്തിൻ്റെ വക്കിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ചരിത്രത്തിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ള ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പീരുമേളിലെ ഒരു ചരിത്ര സ്മാരകമായിരുന്ന തോട്ടാപ്പുര ഇടിഞ്ഞു വീണത്.
ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏതാനും ചില ശേഷിപ്പുകളിൽ ഒന്ന് കുട്ടിക്കാനത്തുള്ള വേനൽക്കാല വസതി, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയും പീരുമേടിലെ കോടതിയും മാത്രമാണ്. ഈ തഹസിൽദാർ ബംഗ്ലാവ് പുനരുദ്ധരിച്ച് ഒരു ചരിത്ര മ്യൂസിയമാക്കി മാറ്റണം എന്നാണ് നാട്ടുകാർക്കും ചരിത്ര കുതുകികൾക്കും ആവശ്യപ്പെടാനുള്ളത്. പീരുമേട് സിവിൽ സ്റ്റേഷനിലെ ക്യാൻറ്റീൻ്റെ പരിസരത്തുകൂടി ബംഗ്ലാവിലെത്താം. കെട്ടിടത്തിന്റെ മേൽക്കൂരിയും കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായി. സാമൂഹിക വിരുദ്ധർ ഇവിടെ നിന്നും തടികൾ കടത്തിക്കൊണ്ടുപോയതായും പരാതിയുണ്ട്. പൈതൃക മന്ദിരം പീരുമേടിന്റെ ചരിത്ര മ്യൂസിയമാക്കി സംരക്ഷിക്കണമെന്ന് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ആവശ്യപ്പെട്ടു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, കട്ടപ്പന. നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന. ആൻഡ് പുത്തൻമുരിക്കൽ സ്പൈസസ്, KCB Junction, കട്ടപ്പന. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 220, വിൽപ്പനയ്ക്ക് വന്നത് 47,951, വിൽപ്പന നടന്നത് 47,789. കൂടിയ വില 3,407, ശരാശരി വില 2,742. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 9,210 രൂപ, വെള്ളി 128. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, കട്ടപ്പന. നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന. ആൻഡ് പുത്തൻമുരിക്കൽ സ്പൈസസ്, KCB Junction, കട്ടപ്പന. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് പോലീസ്. അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതെന്ന്. സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കാലവർഷമഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുന്നത് 15,000 ലിറ്റർ വെള്ളം. ചെക്കുവെള്ളത്ത ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ മരച്ചില്ല ഒടിഞ്ഞു വീണ് മരിച്ചു. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 6 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് കോതമംഗലം എരമല്ലൂർ സ്വദേശി അബ്ബാസ്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക. ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് അമേർ തൊട്ടി മുസ്ലിം പള്ളി ഭാഗത്ത് ഒറ്റയാനെത്തിയത് പുലർച്ചെ. പീരുമേട് കല്ലാർ ഹരിജൻ കോളനിയിൽ പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വരുത്തിയത് വ്യാപക കൃഷിനാശം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.